കൂടെ പോയി അത് കുത്താൻ തലല്ലോ. നോക്കട്ടെ ഫസ്റ്റ് ഇവിടെ أعوذ بالله من الشيطان الرجيم وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير. എന്താ ചെയ്യേണ്ടത്? വ കഴിഞ്ഞിട്ട് അലിഫ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഹമ്പുമ്മ പോകും പോലെ ബ്രേക്ക് പിടിക്കാനും പാടില്ല, സ്പീഡ് കൂട്ടാനും പാടില്ല, ആണ് നിയമം. അപ്പോൾ എന്ത് ചെയ്യണം? വ അഖീമുസ്സലാത്ത, വ അഖീമുസ്സലാത്ത, വക്കീമുസ്സലാത്ത എന്ന് ഓതാൻ പാടില്ല. സ്പീഡ് കൂട്ടുമ്പോൾ എന്താവും? വക്കീമാവും. അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഖത്തഇന്റെ അംസയാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അഖീമു കഴിഞ്ഞിട്ടൊരു അലിഫുണ്ട്, പിന്നെ ഒരു അലിഫുണ്ട്, പിന്നെ ഒരു ലാമുണ്ട് അല്ലേ? അക്കീമൂലെ അലിഫും ഇങ്ങനെ കാണാം, പിന്നെ സ്വലാത്തിൽ അലിഫിൽ ഇങ്ങനെ കാണാം, പിന്നെ ലാമും കാണാം. ഈ 3 അക്ഷരത്തിനും എന്തില്ല? ഉച്ചാരണമല്ല. കാരണം ഇതും സുക്കൂനാണ്, ഇതും സുക്കൂനാണ്, ഇതും സുക്കൂനാണ്. സുക്കൂൻ പറഞ്ഞാൽ ഫത്തഹ്, കസ്ർ, ലമ്മ് ഇല്ലാത്ത അവസ്ഥക്കാണ് എന്ത് പറയാ? സുക്കൂൻ എന്ന് പറയാം. അപ്പോൾ ഓതുമ്പോൾ എന്തുണ്ടാവില്ല? വഅഖീമു കഴിഞ്ഞിട്ട് ഒറ്റ ചാട്ട കൊടുക്ക്. വഅഖീമുസ്സലാത്ത, വഅഖീമുസ്സലാത്ത. പിന്നെ സ്വലവാത്ത എന്ന് എന്തുകൊണ്ടാണ് ഓതാത്തെ? അവിടെ അങ്ങനെ എഴുതിയണല്ലോ. എന്താ അതിൻ്റെ നിയമം? യാ വാവ് അതിൻ്റെ മിഡിൽ അലിഫ് വന്നാൽ, നഗ്നമായ അലിഫ് വന്നാൽ അകാരമാക്കി ഉച്ചരിക്കണം. എന്നാൽ യാ വാവ് അതിൻ്റെ ശേഷം അലിഫ് വന്നാലോ യാ വ എന്നാ ഉച്ചരിക്കുക. യാ വ, അതാണ് അതിൻ്റെ സൂത്രം. പിന്നെ അപ്പം എന്ത്? വ അഖീമുസ്സലാത്ത, പിന്നെ വ ആതു സകാത്ത. അവിടെയും കണ്ടില്ലേ? സകാത്ത സക്കവാത്ത എന്ന് എഴുതിയിട്ടുണ്ട്, ഉച്ചാരണം ഉണ്ടാവില്ല, അകാരമാക്കി ഉച്ചരിക്കണം വാവിനെ. വ ആത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുക്കൂനുള്ള അലിഫുണ്ട്, പിന്നെന്തുണ്ട്? വസിൻ്റെ അംസുണ്ട്, ലാമുണ്ട്. 3നും ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ വ അത്തീഉർ റസൂല, അവിടെ അതന്നെ വ കഴിഞ്ഞിട്ട് ആ ഹമ്പുമ്മ പോകും പോലെ വ അത്തീഉ, വ അത്തീഉ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അലിഫിനും രണ്ടാമത്തെ അലിഫിനും ലാമിനും ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ലഅല്ലക്കും തുർഹമൂൻ, തുർഹമൂൻ എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. അതിൻ്റെ കാരണം അലിഫ് വാവ് യാ, ഇതിലേതെങ്കിലും ഒന്ന് വരിക. അലിഫ് വാവ് യാ, അതിൻ്റെ ശേഷം ഒരു ഹർക്കത്തുള്ള അക്ഷരം വരിക. ഇവിടെ തുർഹമൂന, പിന്നെ നാ എന്നുള്ള ഹർക്കത്തുള്ള അക്ഷരം വന്നു. അതിൻ്റെ ശേഷം ബ്രേക്കും പിടിക്കുക. 3 വരണം. ഇതിലേതെങ്കിലും ഒന്ന് വരിക. അറബി അക്ഷരമാലയിലെ ഒരു ഹർക്കത്തുള്ള അക്ഷരം വരിക, ബ്രേക്ക്, വഖഫും ചെയ്യുക. അതാണ് വഖഫിനാണ് ബ്രേക്ക് തരണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ലഅല്ലക്കും തുർഹമൂൻ. ഇനി ഒരാൾ അവിടെ ബ്രേക്ക് ചെയ്യണില്ല, സ്റ്റോപ്പ് ചെയ്യണില്ല. എങ്ങനെ ഓതണം? ലഅല്ലക്കും തുർഹമൂന ലാ തഹ്സബന്ന. കണ്ടോ? അപ്പോൾ തുർഹമൂന 2 കതിരെ നീട്ടാവൂ. പിന്നെ ലാ തഹ്സബന്ന ഉന്നത്തോടു കൂടി പറയണം. ലാ തഹ്സബന്നല്ലദീന, അല്ലദീനയിലെ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ കഫറു, അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലിഫിന് ഉച്ചാരണം ഉണ്ടല്ല. മുഅജിസീന,
ഐനിനെ വ്യക്താക്കണം. മുഅ്ജിസീന, മുഅ്ജിദീന എന്നൊന്നും ഓതാൻ പാടില്ല എന്നാ. മുഅ്ജിസീന, അതുകൊണ്ടാണ് ആ റസുല ഇട്ടത്, ഇങ്ങനെ ഇട്ടത് കണ്ടില്ലേ നിങ്ങൾ, ഇങ്ങനെ ഒരു അടയാളം കണ്ടില്ലേ. അപ്പം എന്ന് തന്നെ ഉച്ചരിക്കണം എന്നാണ്. പിന്നെ ഫിൽ അർദ്, അവിടെ ആലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, ഫീ എന്നുള്ള നീട്ടാല യാവിനും ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ വമഅവാഹുമുന്നാർ, മു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നൂനിലേക്ക് പിന്നെ മണിച്ചുകൊണ്ട് അടി ചേർക്കുക. എങ്ങനെ ഓതണം? മഅവ യാ എന്നല്ല ഇവിടെ എഴുതിയൽ അല്ലേ. നേരത്തെ പറഞ്ഞേക്ക് യാഇൻ്റെ മിഡിൽ അലിഫ് വരുമ്പോൾ എന്തുണ്ടാവില്ല, അകാരമാക്കി ഉച്ചരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ മഅവ എന്ന് ഉച്ചരിക്കണം കേട്ടോ. വമഅവാഹുമുന്നാർ, ആ നാറ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ ആ വഖഫ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, നാറ് നീട്ടി ഉച്ചരിക്കണം 4 മുതൽ 6 വരെ. പിന്നെ അവിടെ നിർത്താതിരിക്കലാണ്, കൂട്ടിയോതലാണ് ഉത്തമം. ഒരാൾക്ക് വേണമെങ്കിൽ അവിടെ നിർത്താം. അപ്പോൾ കൂട്ടിയോതുമ്പോൾ എന്ത് ചെയ്യണ്ട, 4 മുതൽ 6 ഖദ്ർ വരെ വേണ്ട, 2 മതി. അപ്പം എങ്ങനെ ഓതണം? വമഅവാഹുമുന്നാറു വലബിഅ്സൽ മസീർ. ആണോ? അൽ മസീർ വലബിഅ്സൽ മസീർ എന്ന് പറയുമ്പോൾ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. മസീർ നമ്മൾ നേരത്തെ പറഞ്ഞ നിയമപ്രകാരം 4 മുതൽ 6 ഖദ്ർ വരെ നീട്ടി ഉച്ചരിക്കണം. എന്തെങ്കിലും തജ്വീദ് ഡൗട്ട് പുതിയ ആളുകൾക്കാർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തിരിയാതെ പോയതോ സ്പീഡ് കൂടിയതോ എന്തെങ്കിലും ഉണ്ടോ? എന്ത് എന്താന്ന് അതിൻ്റെ നിയമം എന്താന്ന് വെച്ചാൽ, പിന്നെ ഒന്നിക്ക് റാഇൻ്റെ മുമ്പുള്ളതിന് കെസ്റ് വരിക, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫിരൗന ഒന്നാമത്തെ കാറ്റഗറി അതാ, അല്ലെങ്കിൽ സുക്കൂനുള്ള അക്ഷരം വരിക. ഇവിടെ യാ വന്ന് സുക്കൂനുള്ളതാ. അങ്ങനെ വന്നാലും എന്ത് ചെയ്യണം? മസീർ ബസീർ എന്നാണ് പറയാറുള്ളതെന്നാ. 5 കാറ്റഗറിയാണ് ഉള്ളത്. നമുക്ക് പിന്നെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ വേറെ എന്തെങ്കിലും ഇനി എവിടുന്ന നമുക്ക് എടുക്കാമല്ലോ? വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, ആക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ. ഇവിടെ ഒന്ന് എത്തി നമ്മൾ. മുമ്പുള്ള ആയത്തിലേക്ക് വരാം. വഅദല്ലാഹ് അർത്ഥം പറഞ്ഞോളി. അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവർക്കും, വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നു. എന്താ വാഗ്ദാനം? ലയസ്തഗ്ലിഫന്നഹും, എന്താ? അവരെ നാം പിൻഗാമിയാക്കുക തന്നെ ചെയ്യും, പ്രതിനിധിയാക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ കാര്യനിർവഹണം ചെയ്യുന്ന ആളാക്കുക തന്നെ ചെയ്യും എന്ന് നാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഫിൽ അർദ്, ഈ ഭൂമിയിൽ. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള ആളുകൾക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതളാ ലഹും, വലയുമക്കിനന്ന, അവർക്ക് നാം സ്വാധീനം നൽകും, സൗകര്യമുണ്ടാക്കി കൊടുക്കും. ദീനഹും, അവരുടെ മതത്തിൻ്റെ കാര്യത്തിൽ. അല്ലദി ഇർതളാ ലഹും, അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത ആ മതത്തിൻ്റെ കാര്യത്തിൽ. വലയുബദ്ദിലന്നഹും, അവർക്ക് നാം പകരം ബദലാക്കി കൊടുക്കും, പകരം നൽകും. മിൻ ബഅദി ഖൗഫിഹിൻ, അവരുടെ ഭയപ്പാടിന് ശേഷം. അംന, നിർഭയത്വം ബദലായി അല്ലെങ്കിൽ പകരമാക്കി കൊടുക്കും. യഅ്ബുദൂനനി, അവർ എന്നെ ആരാധിക്കണം. ലാ യുശ്രികൂന ബി ശൈഅ, എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടുള്ളതല്ല, അവർ പങ്കു ചേർക്കുകയും ഇല്ല. വമൻ കഫറ ബഅദ ദാലിക്, ഇനി ഇതിനൊക്കെ ശേഷം അവിശ്വസിച്ചവരാരോ നന്ദിക്കേട് കാണിച്ചവരാരോ അവർ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് ദുഷ്ടന്മാർ.
ഫാസിക്കീങ്ങൾ, അധർമ്മകാരികൾ. ഇതിൽ നമ്മൾ കുറേ ഭാഗം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വഅദ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. പിന്നെ എന്തിനാണ് അല്ലദീന ആമനു കഴിഞ്ഞിട്ട് മിൻകും എന്ന ആ പ്രിപ്പോസിഷൻ അല്ലാഹു തആല അവിടെ കൊണ്ടുവന്നത്? ശരിക്കും പറയേണ്ടത് ഇവിടെ അല്ലദീന ആമനു വഅമിലുസ്സാലിയാത്ത് മിൻകും എന്നാണ് പറയേണ്ടത്. അത് പറയാതെ അള്ളാഹു എന്തുകൊണ്ട് മിൻകും എന്നാദ്യം പറഞ്ഞു? അതൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. ആ ക്ലാസ് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. പിന്നെ പറഞ്ഞത് ലയസ്തഖ്ലിഫന്നഹും. എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് 3 വാഗ്ദാനമാണ് ഇവിടെ നൽകുന്നത്. ഒന്ന്, ആദ്യം വാഗ്ദാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ വാഗ്ദാനം എന്താണ്? പരിപൂർണമായും നിറവേറ്റുക തന്നെ ചെയ്യും. മനുഷ്യരുടെ വാഗ്ദാനം പോലെയല്ല എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച വിശദീകരിക്കണ്ടായി. മനുഷ്യൻ്റെ വാഗ്ദാനം എന്താ? മനുഷ്യൻ്റെ വാഗ്ദാനം ചിലപ്പം ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ പൂർത്തിയായി നിർവഹിക്കാൻ സാധിച്ചോളണമെന്നില്ല, അല്ലേ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ ഇതിൽ കൂടെ പാലുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു പോവും. പക്ഷേ എന്തുണ്ടാവില്ല, ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റൂല, അത് നടത്താൻ സാധിച്ചോളണമെന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെത് അങ്ങനെയല്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോണ്ട. ഇനി ലയസ്തഖ്ലിഫന്ന, ഒന്നാമത്തെ വാഗ്ദാനം എന്താ? ഭൂമിയിൽ അവരെ നാം പ്രതിനിധിയാക്കി കൊടുക്കും, അല്ലെങ്കിൽ പ്രതിനിധിയാക്കും എന്നാണ്. എന്താ ഈ ഇസ്തഖ്ലഫ എന്ന് പറഞ്ഞ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധാരാളം ആശയങ്ങൾ അടങ്ങുന്ന ഒരു പദപ്രയോഗമാണിത്. ഇസ്തഖ്ലഫ, ഖലീഫയാക്കി കൊടുക്കുക, ഭരണാധികാരി അല്ലെങ്കിൽ പ്രതിനിധിയാക്കി കൊടുക്കുക. ഏറ്റവും നല്ലത് ഏത് കാര്യനിർവഹണത്തിനുള്ള ആ പ്രാപ്തിയുള്ള ഒരാളാക്കി കൊടുക്കുക എന്നുള്ള ആ അർത്ഥം വരുമ്പോൾ നമ്മളൊക്കെ ആരാണ്? ഇസ്തഖ്ലഫ എന്ന പറഞ്ഞ പദത്തിൽ പെടും. ഇവിടെ ഒരിത്തിരി ചിന്തിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ഇസ്തഖ്ലഫ, ഖലീഫ എന്നൊക്കെ പറയുമ്പോൾ അതിലേറ്റവും ഉന്നതിയിൽ വേണ്ടത് അള്ളാഹുവിൻ്റെ നീതി നടപ്പാക്കണ ആ നിയാബത്താണ്, ആ പ്രതിനിധിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അങ്ങനെ നീതി നടപ്പാക്കണമെങ്കിൽ എന്തു വേണം? അറിവ് വേണം, ഹിക്മത്ത് വേണം, കാരുണ്യം വേണം, നീതി ഒക്കെ വേണം, അല്ലേ? ഒരു ഉദാഹരണം, നമ്മളൊരു ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിയോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പാളോ ഇങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പം ഞാൻ അതിൻ്റെ ഉത്തരവാദിയാണല്ലോ, അതിനാണ് മുസ്തഖ്ലിഫ് എന്ന് പറയുന്നത്. ഭാഷയിൽ അതിനെന്താ പറയാം? മുസ്തഖ്ലിഫ് എന്നാണ് പറയാറുള്ളത്, അല്ലേ? കാര്യം എല്ലാത്തിനും മൊത്തത്തിൽ പറയുന്ന പേരാണിത് മുസ്തഖ്ലിഫ്. ഒരു ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ, അയാൾ എന്താ ചെയ്യണത്? അവിടെയുള്ള കാര്യം നിർവഹിക്കുകയാണ്. ഒരു സ്കൂളിൻ്റെ മാനേജർ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്ക് എന്താ പറയുക അറബിയിൽ? മുസ്തഖ്ലിഫ്. ആ അർത്ഥത്തിനാണെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊക്കെ അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രതിനിധി എന്ന ആശയമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എന്താണ്? മുസ്തഖ്ലിഫ് എന്ന പദത്തിൽ നമ്മളൊക്കെ പെടും. മുസ്തഖ്ലഫ് എന്ന പദപ്രയോഗത്തിൽ നമ്മളൊക്കെ പെടും. എങ്ങനെയാണ് പെടുന്നത്? കേവലം ഏതെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടാവുമ്പോൾ മാത്രമല്ല, ഏതൊരാളും ആരാവട്ടെ, അവൻ ഏത് തസ്തികയിൽ ജോലി ചെയ്യാനാവട്ടെ, അവനൊക്കെ മുസ്തഖ്ലഫാണ്. കാരണം എന്താ? ഓൻ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഓനുണ്ടാവും. ഈ ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ അയാൾ, ഞാനിപ്പോൾ അതിൻ്റെ ഡയറക്ടർ ആണല്ലോ, ഞാൻ അവിടുത്തെ പ്രിൻസിപ്പാളാണല്ലോ, അല്ലെങ്കിൽ ഞാൻ സ്കൂളിലെ ടീച്ചറാണല്ലോ, ഞാനാണ് അവിടുത്തെ മേധാവി എന്ന് പറയുമ്പോൾ വെറും കൽപ്പനയും വിരോധവും മാത്രമല്ല, കൽപ്പിക്കാൻ മാത്രമല്ല, അത് മാത്രമല്ല ചെയ്യേണ്ടത്. മറിച്ച് ആ കൽപ്പനയോടൊപ്പം ആ ഉത്തരവാദിത്വത്തിൻ്റെ നീതി പുലർത്തുന്നുവെങ്കിൽ അവനാണ് മുസ്തഖ്ലഫ് എന്ന് പറയുന്നത്. ആ കൽപ്പനയോടൊപ്പം അയാൾ കാരുണ്യത്തോടു കൂടി പ്രവർത്തിക്കണമെങ്കിൽ അവനാണ് മുസ്തഖ്ലഫ് എന്ന് പറയുന്നത്. ആ കൽപ്പനയോടൊപ്പം ആ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ, ദൗത്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നെങ്കിൽ
അവനാണ് മുസ്തഖലിഫ് എന്ന് പറയുന്നത്. എന്താ ഇപ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ള ആളും മുസ്തഖലഫും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഉത്തരവാദിത്തം മുസ്തഖലഫിലുണ്ട്. പക്ഷേ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആൾക്ക് ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഏതാ, അയാളുടെ അടുത്ത് നീതി ഉണ്ടായിക്കൊള്ളണം എന്നുണ്ടാവില്ല ചിലപ്പം, അല്ലെങ്കിൽ അയാൾ കാരുണ്യവാനാവില്ല. എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചോണ്ട് നിങ്ങൾ നോക്കണ്ട എന്ന് പറയുന്ന ബാപ്പന്മാരുണ്ടാവും അല്ലേ. അധ്യാപകനാണെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ഉത്തരവാദിത്തം എനിക്കാ, ഞാൻ പറയുന്ന ആട് കേട്ടാൽ മതി എന്ന് പറയുന്ന അധ്യാപകരുണ്ടാവും. ഓനൊന്നും എന്തല്ല മുസ്തഖലഫ് ലയസ്തഖ്ലിഫന്നകും ഫിൽ അർദ് എന്ന ആശയത്തിൽ അവരൊന്നും പെടൂല. നമ്മൾ താഴോട്ട് വരാം, ഒരു കുടുംബനാഥൻ. ആ കുടുംബനാഥൻ അള്ളാഹു പറഞ്ഞിട്ടുള്ള ലയസ്തഖ്ലിഫന്നകും ഫിൽ അർദ് എന്ന ആ ഗണത്തിൽ പെടണമെങ്കിൽ എന്തു വേണം? ആ കുടുംബനാഥൻ ആ കുടുംബത്തെ അവൻ കൈപിടിച്ച് കൊണ്ട് എന്താവണം? പിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ രൂപത്തിലുള്ള നീതിയും ആ രൂപത്തിലുള്ള കാരുണ്യവും ആ രൂപത്തിലുള്ള അതിലും അവനിൽ ഉണ്ടാവണം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മറ്റ് ഇസ്തിഖ്ലാഫും പിന്നെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ സംഗതിയിലും എന്തുണ്ടാവും? ഉത്തരവാദിത്തം ഉണ്ടാവും. പക്ഷേ എല്ലാം ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആളുകൾ എല്ലാവരും ആരല്ല മുസ്തഖ്ലിഫാവണം എന്നില്ല. വ്യത്യാസം. ഞാനിപ്പോൾ ഒരു വാപ്പയാണ്, ഞാൻ മുസ്തഖ്ലിഫാണ്. അതോടൊപ്പം ഞാൻ പിന്നെ മുസ്തഖ്ലിഫാകുമ്പോൾ അതൊരു അനുഗ്രഹം, വാപ്പ ഒരു അനുഗ്രഹമായി മാറുന്ന രംഗമുണ്ട്, വാപ്പ ഒരു വിപത്തായി മാറുന്ന രംഗമുണ്ട്. അനുഗ്രഹമായി മാറുന്ന രംഗമാണ് ഏത്? മുസ്തഖ്ലിഫ് എന്ന് പറയുന്നത്. എന്നാൽ അതേ വാപ്പ ചിലപ്പം വിപത്തായി മാറുന്ന രംഗാണെന്ത്? എൻ്റെ കുട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് പിന്നെ ഇഷ്ടം പോലെ പെരുമാറാം, കാരുണ്യമില്ലാതെ പെരുമാറാം, ചവിട്ടാം, അടിക്കാം അല്ലേ, എൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ എൻ്റെ ആശ്രിതരാണ്, എനിക്കെന്തും ചെയ്യാം എന്ന് പറയുമ്പോൾ അതൊരു നിഅമത്തല്ലാതെ നിക്മത്തായി മാറുന്ന രംഗമുണ്ട്. അപ്പം രണ്ട് ഭാഗം ഉണ്ടാവും. ഏത്? ഏതൊരു കാര്യം നിങ്ങൾ സമ്പത്ത് എടുത്തു നോക്കി, സമ്പത്തൊക്കെ അനുഗ്രഹം തന്നെയല്ലേ? സമ്പത്ത് നമുക്ക് അനുഗ്രഹമാണ്. അനുഗ്രഹമാകുമ്പോൾ അത് മുസ്തഖ്ലഫ് എന്ന ഗണത്തിൽപ്പെടും. അനുഗ്രഹമല്ലാതെ വരുമ്പോൾ അത് മുസ്തഖ്ലഫ് എന്ന ഗണത്തിലല്ല പെടുക, അത് മുബ്തല എന്ന ഗണത്തിലാണ് പെടുക അല്ലേ. ഇനി സമ്പത്തല്ലാത്ത വേറെ ഭാര്യ, ഒരു ഇണ എടുക്കുക, നല്ല ഭാര്യയാണ്. ആ ഭാര്യയെ ആ ഭർത്താവ് കൈപിടിച്ച് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആ റൂട്ട് വിശദീകരിച്ച് കൊടുക്കണമെങ്കിൽ ആ ഭർത്താവ് മുസ്തഖ്ലഫ് എന്ന ഗണത്തിൽപ്പെട്ടതാണ്. അതല്ല, ആ ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം എന്തും ചെയ്യാനും എന്തും കാണിക്കാനും ഒക്കെ അതിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മുസ്തഖ്ലഫ് അല്ല, അതൊരു വിപത്തായിട്ടാണ്, നിഅമത്തല്ല നിക്മത്തായിട്ടാണ്. ഇതാണ് ഏത് കാര്യം, എ മുതൽ സെറ്റ് വരെ നമ്മളുടെ മുമ്പിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഏതിൽപ്പെടും? മുസ്തഖ്ലഫ് എന്ന പദപ്രയോഗത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ വിശാലമായ അർത്ഥം ധനിപ്പിക്കുന്ന ഒരാശയമാണേത് മുസ്തഖ്ലഫ് എന്ന് പറയുന്നത്. ഇത് അല്ലാഹു തആല ആർക്ക് നൽകും എന്നാണ് പറയുന്നത്? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരെ അല്ലാഹു തആല എന്ത് ചെയ്യും? മുസ്തഖ്ലഫാക്കും എന്ന് പറഞ്ഞതിലുള്ള ഒരു സൂത്രം അതാണ്. അപ്പം നമ്മൾ വെറും ഒരു ഖലീഫ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ അതിൻ്റെ ഭരണാധികാരി, ആ അർത്ഥം മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്തളത്തിലുള്ള ഈ ആശയങ്ങളൊക്കെ ഉണ്ടാവണം. അവിടെ നീതി വേണം, കാരുണ്യം വേണം, അതേപോലെ റഹ്മത്ത് വേണം. ഇതൊക്കെ ഉണ്ടാവുമ്പോഴേ മുസ്തഖ്ലഫ് എന്ന ഗണത്തിൽ പെടുകയുള്ളൂ, അല്ലെങ്കിൽ എന്താവില്ല, ആ ഗണത്തിൽ പെടൂല എന്നതാണ് നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. പിന്നെ പറയാം ലയസ്തഖ്ലിഫന്നകും ഫിൽ അർദ് എന്നാണല്ലോ. പിന്നെന്താ പറയുന്നത്? കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. എന്തിനാ അങ്ങനെ പറഞ്ഞേ? കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം എന്ന് പറഞ്ഞ എന്തിനാ? അതിലൊരു സൂത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാത്രമല്ല വിശ്വസിച്ച നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്കും ഇതേപോലെ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം
അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, ഒരു ചര്യയാണ്, ഒരു നടപടിക്രമമാണ്. ആ നടപടിക്രമം അള്ളാഹു നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? ക്വാളിഫിക്കേഷൻ വേണം. ഏത്? അല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്ത് എന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗാമികൾക്ക് നൽകിയതുപോലെ അള്ളാഹു തആല നിങ്ങൾക്കും ആ ഒരു ഇത് നൽകും. ഇനി രണ്ടാമത് പറയുന്നത് എന്താ? വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതളാ ലഹും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? എന്താ യുമക്കിൻ? മക്കന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മക്കന, മക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ശരിക്കും? മക്കാൻ സ്ഥലം, അല്ലേ? സ്ഥലം. മക്കാൻ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഇത് മക്കന എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സൗകര്യം ചെയ്തു കൊടുക്കും. അതിനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഒരു കാര്യത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കും, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും എന്ന അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ അതിനെന്ത് പറഞ്ഞാണം? അധികാരം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അധികാരം ഇപ്പം ഒരു പിന്നെ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൻ്റെയോ പിന്നെ ഒരു ദായറ ഒരു സർക്കിളിൻ്റെ അധികാരം നൽകിയാൽ എന്തുണ്ടാവും? അതൊരു സൗകര്യം കൊടുക്കലാണ്, അല്ലേ? ആ അർത്ഥത്തിലാണ് ആ അധികാരം നൽകുക എന്ന് പറഞ്ഞത്. മനസ്സിലാണ്ട് നിങ്ങൾക്ക് എൻ്റെ സൂത്രം? പിന്നെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണേത്? ഒരാൾക്ക് അധികാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് മക്കന എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പം മറ്റൊരായത്ത് കാണാം, അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർദ്. ആ പിന്നെ മർദ്ദിതരായ ആളുകൾക്ക് ഭൂമിയിൽ നാം സൗകര്യം നൽകിയാൽ അല്ലെങ്കിൽ അധികാരം നൽകിയാൽ അവരെന്താ ചെയ്യുക? അഖാമുസ്സലാത്ത. മറ്റായത്തിൽ അങ്ങനെ കാണാം, അല്ലേ? നമസ്കാരം കൃത്യമായി അവർ നിർവഹിക്കും. വആതൗ സകാത്ത്, സകാത്ത് അവർ നൽകും. വഅമറു ബിൽ മാറൂഫ്, നന്മ അവർ കൽപ്പിക്കും, സദാചാരം കൽപ്പിക്കും. വനഹൗ അനിൽ മുൻകർ, ദുരാചാരം അവർ പിന്നെ വിരോധിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹജ്ജിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം സൗകര്യം നൽകുക, പിന്നെ ഭരണാധികാരം, പിന്നെ അധികാരം നൽകുക, സ്വാധീനം നൽകുക എന്നൊക്കെയാണ് മുഫസ്സിറുകൾ, ഭാഷാ പണ്ഡിതന്മാർ അതിന് വിവർത്തനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ദീനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ ആ ദീനിൻ്റെ കാര്യങ്ങളനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സൗകര്യം അള്ളാഹു നൽകും. അതന്നെയാണ് ഇവിടെയും വലയുമക്കിനന്ന ലഹും. അള്ളാഹു തന്നെ നൽകുന്ന രണ്ടാമത്തെ മഹത്തായ ഒരു അനുഗ്രഹമാണ് എന്താ? അവർക്ക് നാം സൗകര്യം നൽകും. ദീനഹും എന്ന് പറഞ്ഞാൽ ദീനിന് സൗകര്യം നൽകും എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ കാര്യത്തിൽ അതനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം നൽകും, അല്ലെങ്കിൽ ദീനിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ആ പിന്നെ അധികാരവും കഴിവുമൊക്കെ അവർക്ക് നാം നൽകും. എന്താണ് ആ ദീനിൻ്റെ പ്രത്യേകത? അല്ലദി ഇർതളാ ലഹും, അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ആ ദീന്, ആ ദീനിൻ്റെ കാര്യത്തിൽ അതനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം നൽകും എന്നുള്ളതാണ്. പിന്നെ പറയുന്ന മൂന്നാമത്തെ കാര്യത, പിന്നെ പറയുന്നത് വലയുബദ്ദിലന്നഹും, പിന്നെ മിൻ ബഅദി ഖൗഫിഹിം അംന, അവരുടെ ഭയപ്പാടിന് ശേഷം എന്ത് നൽകും? നിർഭയത്വം നൽകും. ബദ്ദല എന്ന് പറഞ്ഞ വാക്കിന്റെ ശരിക്കർത്ഥം എന്താ? പകരം കൊടുക്കുക എന്നാ. അതിലൊരു സൂത്രമുണ്ട്. എന്താ ഈ പകരം കൊടുക്കുക? ബദ്ദല, അബ്ദലിയും ബദ്ദലിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അബ്ദലിയും ബദ്ദലിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആർക്കറിയാം? ബദലി പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക്? ബദലി എന്താ? പകരം, അല്ലേ? ബദലായി കൊടുക്കാറുണ്ട്. നമുക്ക് ബദല് വേണം അറിയാം നമുക്ക്. ആ ബദല്, അല്ലേ? അബ്ദല എന്ന് പറഞ്ഞാലോ ആ ബദല് കൊടുക്കാൻ തന്നെ, അല്ലേ? ബദ്ദല എന്ന് പറഞ്ഞാലോ ആവും ബദലി കൊടുക്കാൻ തന്നെ. എന്താ ഈ അബ്ദലിയും ബദ്ദലിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അബ്ദല എന്ന് പറയുമ്പം ചിലപ്പം കിട്ടുന്ന ആൾക്ക് ഒരിക്കൽ കിട്ടുള്ളൂ,
ബദ്ദല എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അയാൾക്ക് കിട്ടും. അതാണ് ബദ്ദലിയും അബ്ദലിയും. കഥ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഥ മുറിച്ചു അല്ലേ? എൻ്റെ കൈ 2 കഷ്ണാക്കി മുറിച്ചു. കഥ എന്ന് പറഞ്ഞാലോ കഷ്ണാക്കി മുറിച്ചു. അത് മുറിക്കൽ തന്നെ, പക്ഷെ എന്താ ഒരുപാട് ഭാഗമാക്കിയിട്ടുണ്ടോ അങ്ങനെ മുറിക്കണേന്. അതാണ് ഫഅല വദനിൻ്റെ ഒരു പ്രത്യേകത. പല പ്രത്യേകതയുണ്ട്. അതേപോലെ ബദ്ദല അല്ലാഹുത്താല പകരം നൽകും. ഒരിക്കല്ല എന്നാ പിടിച്ചു പറഞ്ഞു പിന്നെ പഠിച്ചോൻ തിരിഞ്ഞു പോവല്ല, മറിച്ച് വീണ്ടും നൽകും. ആ ഒരു ആശയം ഏതിലുണ്ട്? വലയുബദ്ദിലന്നഹും, അവർക്ക് നാം വീണ്ടും പകരം നൽകിക്കൊണ്ടിരിക്കും. എന്ത്? മിംബാദി ഖൗഫിഹിം, അവരുടെ ഭയപ്പാടിന് ശേഷം. അതിലുള്ള ഇത് ഭൂമുഖത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ഏതെങ്കിലും രൂപത്തിലുള്ള ഭയപ്പാട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന. ഭയപ്പാട് പോയിട്ട് നിങ്ങൾക്ക് നിർഭയത്വം നൽകുകയല്ല ചെയ്യണത്. മരണം വരെ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ഭയം, ഭീതി മൂലം അല്ലാഹുത്താല ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥ വിശ്വാസികളും സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ആളുകളുമാണെങ്കിൽ ആ ഭയപ്പാട് നീക്കിയിട്ട് അല്ലാഹുത്താല എന്ത് കൊടുക്കും? അവർക്ക് നിർഭയത്വം, അമ്ന് കൊടുക്കും. ആ ഭയപ്പാട് അവിടുന്ന് പോണില്ല. പക്ഷെ ഇവർക്ക് എന്തുണ്ടാവൂല? ആ ഭയപ്പാട് ഒരു പ്രശ്നം ഉണ്ടാവൂല. എന്ത് കൊടുക്കും അല്ലാഹുത്താല? അതിനെ തരണം ചെയ്യാനുള്ള നിർഭയത്വം എന്നത് അള്ളാഹു കൊടുക്കും. എന്താ തെളിവ്? അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, വലനബ്ലുവന്നക്കും. ബാക്കി ഒന്ന് ഓതിയാണ്. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, പിന്നെ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ. അങ്ങനെ തന്നെയല്ലേ? വലനബ്ലുവന്നക്കും അതിൻ്റെ അർത്ഥം പറഞ്ഞു നോക്കിയാ നിങ്ങള്. അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. നിർത്തുണ്ടോ പരീക്ഷണം? ഇല്ല. മരണം വരെ പരീക്ഷണം ഉണ്ടാവും. നമ്മൾ വിചാരിച്ചും പെണ്ണുങ്ങളും കുട്ടികളും ഇവിടെ എത്തിയാൽ ഒക്കെ റാത്തായി. അപ്പം അള്ളാഹുത്താല വേറെ എന്തെങ്കിലും ക്ലൈമറ്റിൻ്റെ ഒരു രോഗം എന്തെങ്കിലുമൊക്കെ അടുത്ത് അല്ലേ? ഇനിയിപ്പോൾ അത് മാറിയിട്ട് വേണം 2ാമത് കൊണ്ടുവരാം. അപ്പം ഉണ്ടാവും വേറെ എന്തെങ്കിലും കൈ മുറിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ഒരു വിപത്ത് അപ്പോഴും വരും. അല്ലെങ്കിൽ കുടുംബത്തിൽ പെണ്ണുങ്ങളായിട്ട് വന്നപ്പം അവിടെ കുടുംബത്തിൽ വേറെ പ്രശ്നം. അപ്പോൾ ഒരു റാഹത്ത് കിട്ടുമ്പം വേറൊരു ഇതിങ്ങനെ. അത് ഞാനൊരു ഉദാഹരണം പറയുന്നുള്ളൂ. അത് മാത്രമല്ല പരീക്ഷണം. ഇങ്ങനെ ഓരോരുത്തരുടെ എൻ്റെ ജീവിതം ഞാൻ എടുത്തു നോക്കുക, നിങ്ങളെ ജീവിതം നിങ്ങളെടുത്ത് നോക്കിയാൽ നമ്മൾ വിചാരിക്കും ആക്കടി കിട്ടിയാൽ ഒക്കെ ആയി. പക്ഷേ പരീക്ഷണം ഇവിടെ നിൽക്കാൻ പോണില്ല അല്ലേ? അത് വ്യക്തികളിൽ, ഇനിയൊരു കുടുംബത്തിൽ അവിടെയും പരീക്ഷണം നിൽക്കാൻ പോണില്ല. ഒരു സൊസൈറ്റിൻ്റെ അകത്ത് പരീക്ഷണങ്ങൾ നിൽക്കാൻ പോണ്ടോ? ഇല്ല. ഒരു രാഷ്ട്രം, ഒരു രാജ്യം ഒരിക്കലും ഓലെ പേടി നിൽക്കാൻ പോണില്ല. ഓല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മൾ വിചാരിക്കും കുറേ പണം അങ്ങോട്ട് ഒരുമിച്ച് കൂടിയാൽ അർബാനും തീറ്റ് കുറേ പൈസ അക്കൗണ്ടിലിട്ടാൽ ഒക്കെ ആയി എന്ന് വിചാരിക്കും. വെറുതെയാണ്. അപ്പം ഇങ്ങനെ പുറത്തുകൂടെ അതിലും വലിയ പരീക്ഷണം അവിടെ വരും അല്ലേ? അപ്പം ഉണ്ടാവും വേറെ പാമ്പുകൾ ഇങ്ങനെ വരും നമ്മളെ. അതിലും വലിയ സ്രാവ് നമുക്ക് ഇങ്ങനെ നമ്മളെ വന്ന് കൊത്തിക്കൊണ്ടിരിക്കും, നമ്മളെ മിണുങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ദുനിയാവിൽ മരണം വരെ എന്തുണ്ടാവും? പരീക്ഷ ഉണ്ടാവും. പൈസ ഇട്ടുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നില്ല അല്ലേ? അപ്പം വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ വരും. ഇനിയോ അതൊന്നുമില്ലാത്തവന് ചിലപ്പോൾ എന്താവും? നല്ല ആരോഗ്യം, നല്ല പണം ഉണ്ടെങ്കിലോ ചിലപ്പോൾ ഉണ്ടാവും വേറെ ഏതെങ്കിലുമൊക്കെ രൂപത്തിലുള്ള മരണമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഏതെങ്കിലും രൂപത്തിൽ റബ്ബ് തമ്പുരാൻ കണ്ടങ്ങൾ വലനബ്ലുവന്നക്കും നിൽക്കാൻ പോണില്ലത്. അതിന് കിട്ടിയ അതൊക്കെ കഴിച്ചില്ലാവുന്ന ആരും വിചാരിക്കണ്ട അല്ലേ? അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കണ്ടിന്യൂസാണ്. പിന്നെ കണ്ടിന്യൂസ് മാത്രമല്ല, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വലനബ്ലുവന്ന സക്കീലാൻ്റെ നൂന് വന്നാൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാനതിന്ന് കഴിച്ചില്ലാവുന്ന ഞാൻ വിചാരിക്കണ്ട, നിങ്ങളതിന്ന് കഴിച്ചില്ലാവും നിങ്ങളും വിചാരിക്കണ്ട അല്ലേ? അപ്പം അള്ളാൻ്റെ പ്രയോഗം നോക്കി നിങ്ങൾ, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ. പിന്നെ പറയുന്നത് എന്താ? എന്തേ പഠിച്ചവൻ ആദ്യം ഹൗഫ് പറഞ്ഞത്? ഹൗഫ് പറഞ്ഞ എന്താ?
എന്താ കാരണം? ഏതൊരു മനുഷ്യനും ഏറ്റവും വലിയ പരീക്ഷണം ഭയമായിരിക്കുന്ന അല്ലേ? എനിക്ക് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരാളെന്ന് കൂട്ടിക്കോളി, നല്ല സമ്പത്തുണ്ട്, ലോകത്തിൻ്റെ നാനാഭാഗത്തും അയാൾക്ക് ആകാശം മുട്ടി നിൽക്കുന്ന എന്താ പറയുന്നത് ബിൽഡിങ്ങുകളും അമാറകളും ഒക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോളി നിങ്ങൾ അല്ലേ? പിന്നെ അയാൾക്ക് എന്താണോ അയാൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ അയാളെ മുമ്പിൽ വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ പേടി തൂര്യൻ ആരായിരിക്കും? ഈ മനുഷ്യനായിരിക്കും അല്ലേ? അയാൾക്ക് മര്യാദക്കൊന്ന് നമ്മൾ കടന്നുറങ്ങും പോലെ ഒരു കറുത്തും വിരിച്ചിട്ട് അതിൽ കടന്നുറങ്ങാൻ പറ്റുമോൾക്ക്? ഇല്ല. പറ്റുമോ? മുകളിലും തായും കട്ടിൽ വെച്ചിട്ട് പിന്നെ ഒച്ചുണ്ടാക്കി അയാൾക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അയാൾക്ക് പേടിയായിരിക്കും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഭയം എന്ന് പറയുമ്പോൾ ഒരു മൂർഖൻ പാമ്പ് കുത്തുന്ന ആ ഭയമല്ല. എനിക്കൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പം ജോലിയോട് പോയപ്പോഴത്തെ കാട്ടുക മുന്നിലൊരു ഭയം ഇല്ലേ? എങ്ങനെയപ്പം ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുക അല്ലേ? ആ വീടിപ്പം ഞാൻ ഇങ്ങനെ ഉയർത്തുക. അപ്പം ഇല്ലാത്തൊരു പേടി നമ്മളെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അല്ലേ? ഒരു പേടി ഏതൊരു മനുഷ്യനെയും ഈ രൂപത്തിലുള്ള ഭയപ്പാടുകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും, നമ്മളെ മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടാവും. പക്ഷേ അതിന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗം അല്ലാഹു തആല പറയുന്നത് വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലുസ് സാലിഹാത്ത്. അത് വേണമെന്ന ശരിയായ വിശ്വാസം, ശരിയായ അമലുസ്സാലിയാത്തും. അപ്പം അമലുസ്സാലിയാത്തിലും വിശ്വാസത്തിലും തകരാറ് വരുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? എനിക്ക് ഭയം ഉണ്ടാവണത് അല്ലേ? നിങ്ങൾക്കും ഭയം ഉണ്ടാവണത്. യഥാർത്ഥ വിശ്വാസവും അമലുസ്സാലിയാത്തുള്ള ഒരാൾക്ക് എന്തുണ്ടാവില്ല? ഓനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവില്ല? ഭയപ്പാടുണ്ടാവൂല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ബാക്കി രണ്ടാമത്തെ എന്താ പറയണത്? വൽ ജൂ അല്ലേ? ജൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത് പട്ടിണി ഉണ്ടായിരിക്കും. ചിലപ്പം ഏറ്റവും കൂടുതൽ നല്ല സുഖലോലുപതയിൽ ജീവിച്ചു വരുന്ന ഒരു നാടായിരിക്കും. പെട്ടെന്നൊരു ദിവസം കൊണ്ടിട്ട് അട്ടിമറിഞ്ഞെന്താവും? പൈസ ഉണ്ടായിട്ട് കാര്യമല്ല, പണം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ഈ കുബുസെങ്ങാനും നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണ 100 ദിനാറിന് ഒരു കുബുസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഒരു യുദ്ധം ഉണ്ടായി എന്ന് കൂട്ടുക. സപ്പോസ് ഇവരൊക്കെ അടച്ച് പെട്ടിയും പൂട്ടിയായിട്ട് പോയി, ഒരു കുബൂസ് പോലും, അങ്ങനെ ഒരു അവസരം ഇവിടെ വന്നില്ലേ? നമ്മൾക്ക് അറിയില്ല അല്ലേ? അങ്ങനെ ഒരു അവസരം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു തുള്ളി വെള്ളം കിട്ടാത്ത, ഒരു കുബൂസിൻ്റെ കഷ്ണം കാശ് കൊടുത്താൽ പോലും കിട്ടാത്തൊരവസരം വന്നാലോ? ആ രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ പരീക്ഷിക്കും. ഇനി ചിലപ്പോൾ കാശൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷേ ഡോക്ടർ പറയുന്നത് അത് തിന്നാൻ പാടില്ല, അവൻ്റെ കിഡ്നിക്ക് കേടാക്കും അല്ലേ? ഇത്ര ഗ്ലാസ് വെള്ളേജ് കുടിക്കാൻ പാടുള്ളൂ, അതിലപ്പുറം വെള്ളം കുടിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഓരോ പരീക്ഷ. അപ്പോഴും അതൊരു ജൂ തന്നെയാണ് അല്ലേ? ആ രൂപത്തിലും. അപ്പോൾ സംഗതി ഇവിടെ ഉണ്ട്, പക്ഷേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂല. നോക്കി നിങ്ങൾ, വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ. അപ്പോൾ ഖൗഫ് എന്ന് പറയുന്നത് അതിലൊരു സൂത്രം കൂടി ഉണ്ട്. ഖൗഫ് എപ്പോഴാണ് ഉണ്ടാവുക? ഭയപ്പാട് എപ്പോഴാണ് ഉണ്ടാവുക? എന്തിനെ പറ്റി ഞങ്ങൾ ഭയപ്പെടൽ? ഭാവിയിലൊരു കാര്യം കിട്ടൂലേ അല്ലേ? എപ്പോഴാ നമുക്കൊക്കെ ഭയപ്പാടുണ്ടാവും. എൻ്റെ കുട്ടി ജയിക്കൂലേ അല്ലേ? IS കിട്ടൂലേ? അത് ഒരു മാർക്കിന് പോവോ, 1/2 മാർക്കിന് പോവോ? ഇങ്ങേപ്പുറത്തെ മോൻ്റെ അയലൊക്കത്തെ കുട്ടി എന്തുണ്ടാവും? 1/2 മാർക്കിന് 1 മാർക്കിന് പോവും. എൻ്റെ മോനും അങ്ങനെ പോവൂലേ എന്നും ആ ഭയപ്പാട് എനിക്ക് ഉണ്ടാവൂലേ? ഉണ്ടാവണ്ട അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടാവും അല്ലേ? അപ്പം ഭാവിയെ ഓർത്തുകൊണ്ടാണ് നമ്മളെപ്പോഴും എന്തുണ്ടാവുക? ഭയപ്പാടുണ്ടാവുക. എന്നാൽ വിശ്വാസിക്കൊരു ഭയപ്പാടുണ്ടാവും. എങ്ങനെ? ഞാൻ മരിച്ചാൽ സ്വർഗം കിട്ടൂലേ അല്ലേ? അതല്ല, ഞാൻ നരകത്തിലേക്ക് പോകും. ഈ ഭയം വേണം. യഥാർത്ഥ വിശ്വാസിക്കുണ്ടാവേണ്ട ഭയം, ഞാൻ പ്രവർത്തിച്ച പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കൂലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് സ്വർഗം തരൂലേ? ഈ രൂപത്തിലുള്ള ഭയപ്പാടാണ് വേണ്ടത്. അപ്പോൾ അത്തരം ആളുകൾക്ക് അള്ളാഹു എന്ത് നൽകും എന്നാണ് പറയുന്നത്? എന്ത് നൽകും? അവർക്ക് അള്ളാഹു തആല ആ ഭയപ്പാടിന് ശേഷം എന്ത് നൽകും? അതുകൊണ്ടാണ് വലയുബദ്ദിലന്നകും
മിംബാദി ഖൗഫിഹിം. അപ്പം എന്തിനാപ്പം ഞാൻ പറഞ്ഞത്, ഈ ഖൗഫ് ഇവിടെ നിൽക്കാൻ പോണില്ല. ആ ഖൗഫ് നിൽക്കാൻ പോണില്ല. വിശ്വാസിയായ നമുക്കുണ്ടാവും, അല്ലാത്തവനും ഇവിടെ ഖൗഫ് ഉണ്ടാവും. വിശ്വാസിയായ ആളുടെ ഖൗഫ് എന്തായിരിക്കും? സ്വർഗം കിട്ടൂലേ, നരകത്തിലേക്ക് പോവൂലേ, ആ ഖൗഫ് ഉണ്ടാവും. ആ ഖൗഫ് ഉണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ വിശ്വാസത്തിന്റെ ആ കാഠിന്യം കാരണത്താൽ അയാൾക്ക് എന്തിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകും എന്നതാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കണം. അപ്പൊ വലനബുലുവന്നക്കും ബിശൈഇൻ. എന്തിനാ ഷൈഇൻ എന്ന് പറഞ്ഞത്? ഷൈഇൻ എന്ന് പറഞ്ഞ എന്തിനാ? ഖൗഫ് എന്ന് മാത്രം പറഞ്ഞാൽ പോരേനോ? എന്തേ അവിടെ ഷെയ്? അതിന്റെ സൂത്രം നോക്കി നിങ്ങളെ. വലനബുലുവന്നക്കും ബിശൈഇൻ. എന്തിനാ ഈ ബിശൈഇൻ എന്ന് പറഞ്ഞത്? അല്ലാഹു തആല അവിടെ വളരെ ഒരു പോയിന്റാണത്. എന്തുകൊണ്ടാ? ഏതെങ്കിലും രൂപത്തിലുള്ള ഭയം. ഓക്കെ, ഏതെങ്കിലും രൂപത്തിലുള്ള ഭയം ആവട്ടെ. ഷെയ് എന്ന് പറഞ്ഞത് ഒരു ഷെയ് നമ്മൾ എന്തിനാ പറയാ? ഇവിടെ ഇപ്പോ ഒരു പൊടിയില്ലേ, എന്താ നിങ്ങൾ പറയാ? ഈ പൊടി പാറിക്കിടക്കില്ലേ? ആ പൊടി പാറിക്കിടക്കണത് നിങ്ങളെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റാത്ത അത്ര കഷ്ണാക്കിയാലും ആ എത്ര ചെറുതായാലും ആ വസ്തു ഷെയ് ആണ്. ഇനി അതേ വസ്തു തന്നെ നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റുന്ന ഭൂമിയുടെ അത്ര അല്ലെങ്കിൽ ഒരു ആനയുടെ അത്ര വലിപ്പമുണ്ടെങ്കിലും അതും ഷെയ് തന്നെയാണ്. അപ്പൊ ഷെയ് എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ 100% ഭയപ്പാട് ഒരു മനുഷ്യന് അല്ലാഹു തആല ഒരിക്കലും കൊടുക്കൂല. 100% ഭയപ്പാട്, 100% പേടി എനിക്കുണ്ടെങ്കിൽ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. ശാസ്ത്രീയമായിട്ട് എന്താ? 100% ഭയമുള്ളവനാണ് ഞാൻ എങ്കിലെന്താ? ഭ്രാന്താവല്ല, മരിക്കും. അതല്ലേ 100% ഭയപ്പാടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ കാലങ്ങട്ട് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അതിൻ്റെ മുമ്പ് അയാൾ മരിച്ചു വീഴുന്ന. അപ്പൊ അല്ലാഹു തആല ദുനിയാവിൽ എന്ത് കൊടുക്കണില്ല? ഭയം എന്നതിൻ്റെ 100% ഒരിക്കലും ആർക്കും കൊടുക്കണില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ആക്സിഡന്റ് ഇങ്ങോട്ട് നടന്ന്, ആ ആക്സിഡന്റ് നടന്നാൽ ഇപ്പം എൻ്റെ ബന്ധപ്പെട്ട ആരെങ്കിലുമാണ് അതിൽ മരിക്കണതെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടാൽ എന്തുണ്ടാവും? എന്താ ഉണ്ടാവുക? ഭയപ്പാടുണ്ടാവും, ഖൗഫ് ഉണ്ടാവും. പക്ഷേ ആ ഭയപ്പാട് അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്ന് 80, 60, 70 അങ്ങനെ 90 അവിടെ എത്തൂല. ഒരു 70 എത്തുമ്പോൾ ബോധം കെടും. 100 എന്താ? ഈ ആക്സിഡന്റിൽ മരിച്ചതുപോലെ ഞാനും മരിക്കും. അപ്പൊ 100 അല്ലാഹു തആല എത്തിക്കൂല. വേഗം എന്ത് ചെയ്യും അല്ലാഹു തആല? ആ കാണുമ്പോൾ തന്നെ ഓനോട് ബോധം കെടുക്കും. കണ്ണൊക്കെ ഇങ്ങനെ ഓർമ്മ വെച്ചിട്ടുണ്ടാവും, ബോധം കെടുക്കും. എന്തിനാണത്? റബ്ബിന്റെ കാരുണ്യമാണത്. റബ്ബിന്റെ കാരുണ്യാണ്. ഈ ഒരു കാരുണ്യം 100 എന്തിനിപ്പം ഞാൻ പറഞ്ഞത്? വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ്. നോക്കി നിങ്ങൾ അള്ളാന്റെ പ്രയോഗം വല്ലാത്ത പ്രയോഗമാണ് അല്ലേ? ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ 100% ഭയപ്പാട് ഒരു മനുഷ്യനും അല്ലാഹു കൊടുക്കൂല. അഥവാ കൊടുത്താൽ പിന്നെ ഭൂമിയോട് ഇവിടെ പറയേണ്ടി വരും. അപ്പോൾ ഒരു 60, 70 അതിനൊരു തോതെത്തുമ്പോൾ ഓൻ ബോധം കെടും. ആ ബോധം കെടല് നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാ അനുഗ്രഹമാണ് അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ റബ്ബിന്റെ അനുഗ്രഹം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്ന കാണാം, മയ്യിത്തിനെ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ എന്ത് കേൾക്കും? ആ മയ്യത്ത് അട്ടഹസിക്കുന്ന ശബ്ദം കേൾക്കും അല്ലേ? അട്ടഹസിക്കുന്നുണ്ടത്. മയ്യത്ത് ഇങ്ങനെ, പിന്നെ നിങ്ങളെ ഇന്നെ എങ്ങോട്ടാ കൊണ്ടുപോണത് എന്ന് കാഫിറായ മനുഷ്യനും മറ്റേ ആളെന്ത് ചെയ്യും? എന്നെ വേഗം കൊണ്ടുപോയി കത്തിമുനി എന്ന് വേഗം കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ബാക്കിൽ നിൽക്കണം, ഞാനേ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്നാ അള്ളാന്റെ റസൂല് പറയാ അയാൾ പിന്നെ അട്ടഹസിക്കുന്നുണ്ട്, അത് പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നില്ല. എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. അതെങ്ങാനും മനുഷ്യരായ നിങ്ങൾ കേട്ടാൽ ലസഇക്ക പേടിച്ച് വരണ്ട, നിങ്ങൾ എന്ത് ചെയ്യും? ബോധം കെട്ട് വീഴുന്ന. അള്ളാന്റെ റസൂലിന്റെ പ്രയോഗം നോക്കി നിങ്ങൾ, ലസഇക്ക, അവിടെ വീഴുങ്ങള് അല്ലേ? അപ്പൊ പടച്ചോന്റെ വലനബുലുവന്നക്കും
ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂ'. അപ്പോൾ വളരെ ചിന്തിക്കേണ്ട ഒരുപാട് ആശയങ്ങളുള്ള പിന്നെ ആയത്തുകളാണ് ആ പറഞ്ഞതൊക്കെ. പിന്നെന്താ ബാക്കിയതിൻ്റെ വൽ ജൂഇ പിന്നെന്താ പറഞ്ഞത്? വനക്സിം മിനൽ അംവാൽ അല്ലേ? അതൊക്കെ അതും പിന്നെ ഒരു ഭയപ്പാട് ഉണ്ടാക്കുന്ന രംഗം തന്നെയാണ്. നക്സും മിനൽ അംവാൽ പറഞ്ഞാൽ നമുക്കുള്ള സമ്പത്തൊക്കെ എന്ത് ചെയ്യുക? 10 ദിനാറുണ്ടെങ്കിൽ 1 ദിനാറ് പോയാൽ തന്നെ പേടിയാണ് എനിക്ക്. നിങ്ങൾക്കോ എന്താ? നിങ്ങളെ അവസ്ഥ എന്താ? നുസ്സു പോയാൽ മതി അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പം അള്ളാൻ്റെ പ്രയോഗം വനക്സിം മിനൽ അംവാൽ. പിന്നെ വൽ അംഫുസ്, മനുഷ്യൻ്റെ മരണം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മളെ ബന്ധപ്പെട്ട ആരുടെയെങ്കിലൊക്കെ മരണം, അതുമൂലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് വസ്സമറാത്ത്, അതും നമുക്ക് തിന്നാനുള്ള കായ്ക്കനികൾ. അവിടെയൊക്കെ നമുക്കുണ്ടാവേണ്ട ഒരു ക്വാളിഫിക്കേഷൻ അള്ളാഹു എന്താ പറയുന്നത്? വബശ്ശിരി സാബിരീൻ, എന്താ ഈ ക്ഷമിക്കുക എന്നറിയണത്? ഇയാൾ വന്നിട്ട് എന്നെ അടിച്ച്, എന്തായാലും ഇപ്പം അയാളോട് മല്ലിടാൻ എനിക്ക് കഴിയൂല, അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുക, അതിനാണോ ക്ഷമ അറിയണത്? ആണോ? അല്ല. ഞാൻ അയാളടിച്ച്, സപ്പോസ് അയാൾക്ക് ഇന്നെ ഒന്നിട്ട് തോണ്ടിയാൽ ഞാൻ മറിഞ്ഞുകും, നിനക്കറിയാം, പക്ഷെ അയാൾ ഇന്നൊന്നും ചെയ്തില്ല. അതാണ് ക്ഷമ അല്ലേ? അതാണ് ക്ഷമ. അയാൾക്ക് എന്നോട് പ്രതികരിക്കാൻ കഴിവുണ്ടായിട്ടും അയാൾ എന്നെ ഒന്നും ചെയ്യാതിരിക്കണേനാണ് എന്ത് പറയുന്നത്? ക്ഷമക്കുണ്ടാവേണ്ട ഒന്നാമത്തെ ദത. നമുക്ക് പിന്നെ നമുക്ക് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും, പക്ഷേ അള്ളാഹിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം പിന്നെ അയാൾ എന്ത് ചെയ്തില്ല, ഒന്നും ആക്രമിച്ചില്ല. അവിടെയാണ് ക്ഷമ വേണ്ടത്. മറ്റതും ക്ഷമ തന്നെയാണ്, രണ്ടും ക്ഷമ തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എന്താ? ദേഷ്യവും നമുക്കൊരു ഒരു ഒരു എരച്ചിലും കിട്ടി വരില്ല ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ട്. അതിനെങ്ങനെ ക്ഷമിപ്പിക്കണതിനാണ് യഥാർത്ഥത്തിൽ ഈ സബുർ അറിയണത്. നിങ്ങളെ പിന്നെ എന്താ ഇപ്പം പറയാ, ദേഷ്യം പിടിക്കണ പോലെ ആരും ഉണ്ടോ ഇവിടെ? പെട്ടെന്ന് ഇല്ലാത്തതിലെന്ന് പറഞ്ഞാൽ ദേഷ്യം എല്ലാവർക്കും പിടിക്കും. അത് മാത്രമല്ല, ചെറിയൊരു കാര്യം കാണുമ്പോഴത്തേക്കും ഇങ്ങനെ വരുന്നുണ്ടല്ലേ നിങ്ങൾ? എന്താ അതിന് പറയല് നിങ്ങൾ മലയാളത്തിൽ? ഇരണം കടിക്കുക, അതൊന്നല്ല. എന്താണ്? ഒരു ദേഷ്യം മൂക്കത്താന്നൊക്കെ പറയണതാണ്. അത് ശരിക്കും മൂക്കൊക്കെ ചുവന്നിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടാവും, മുൻകോപ്പൊക്കെ പറയും അല്ലേ? അപ്പം അങ്ങനെ ചില ആളുകളുണ്ടാവും. ആ സമയത്ത് മുന്നിൽ എന്തായാലും ചിലപ്പം കിട്ടിയൊരു മോനൊക്കെ നന്നായി കിട്ടിയൊരു. അപ്പോൾ ആ രൂപത്തിൽ അവിടെ പിന്നെ അത് ചെയ്യാതെ അങ്ങനെ ആ ഗ്രാഫ് താത്തി പിടിച്ചു കൊണ്ടുവരുന്നതിനാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുക? ക്ഷമ എന്ന് പറയുന്നത്. പിന്നെ ക്ഷമ പറയുമ്പോൾ വളരെ വിശാലമായ ഒരു വിഷയമാണത്. നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിലും ക്ഷമ വേണം, നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കണമെങ്കിലും എന്ത് വേണം? ക്ഷമ വേണം. ഇപ്പം രാവിലെ സുബീക്കൊക്കെ ഈ തണുപ്പത്ത് പള്ളിയിലേക്ക് പോകണമെങ്കിൽ അപാര ക്ഷമ വേണം അല്ലേ? അപാര ക്ഷമ വേണം. എന്നെ കൊണ്ടൊന്നും ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ല. നിങ്ങൾക്ക് കഴിയോ? എന്നാ കഴിയണം അല്ലേ? കഴിയണം. അപ്പം ആലോചിക്കും നിങ്ങൾ. അപ്പോൾ പള്ളിയിൽ പോകാനും ക്ഷമ വേണം. പിന്നെ വേണ്ടാത്തൊരു കാര്യം അതിലേക്ക് പോവാതിരിക്കാനും എന്ത് വേണം? ക്ഷമ വേണം. അപ്പം രണ്ടിടത്തും എന്ത് വേണം? ക്ഷമ വേണം. അതാണ് വബശ്ശിരി സാബിരീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തിനാപ്പം നമ്മൾ പറഞ്ഞത്? എന്തേനും ആയത്ത്? നമ്മളായത്ത് ഏതേനും 3 കാര്യം പറഞ്ഞല്ലോ. പിന്നെ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുബദ്ദിലന്നഹും അതിൻ്റെ മുമ്പ് വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും. 3-ാമത്തെ കാര്യം വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന അല്ലേ? അവരുടെ ആ ഭയപ്പാട് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ശേഷം അല്ലാഹു തആല എന്തുണ്ടാക്കി കൊടുക്കും? നിർഭയത്വം ഉണ്ടാക്കി കൊടുക്കും. ഇനിയിപ്പം മരണം വരെ ഒരാൾക്ക് ഇങ്ങനെ ഭയപ്പാടാണെങ്കിലും അയാൾക്ക് എന്ത് കിട്ടാൻ പോകുന്നുണ്ട്?
ആ മരണത്തിന് ശേഷം യഥാർത്ഥ നിർഭയത്വം കിട്ടാൻ പോകുന്നുണ്ട് എന്നതും അതിൽ സൂചന കാണാം. അതുകൊണ്ടാണ് അള്ളാഹു തആല ആ ഒരു പദപ്രയോഗം അള്ളാഹു അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ആയത്തിൻ്റെ ബാക്കി എന്താ? പിന്നെയുള്ള ആയത്ത് എന്താണ്? അതിനുള്ള നിബന്ധനയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ പറയുന്നത്. ഒന്നാമത്തത് യഅ്ബുദൂനനി, അല്ലേ? ഇങ്ങനെ അള്ളാഹു തആല പിന്നെ നിങ്ങൾക്ക് ഭൂമിയിൽ ദീനനുസരിച്ച് പ്രവർത്തിക്കാൻ സൗകര്യം ഉണ്ടാക്കാനും അതേപോലെ നിങ്ങളുടെ ഭയപ്പാടിന് ശേഷം നിർഭയത്വം കിട്ടാനൊക്കെ എന്തു വേണം? ഒന്നാമത്തെ നിബന്ധന യഅ്ബുദൂനനി, നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ മാത്രം ആരാധിക്കണം. ആരെ? അള്ളാഹുവിനെ ആരാധിക്കണം, ഇബാദത്ത് ചെയ്യണം. പിന്നെ പറഞ്ഞത് എന്താ? വലാ യുശ്രികൂന ബി ലാ യുശ്രികൂന ബി ഷൈഅ, അള്ളാഹുവിനോട് എന്താ എന്നോട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഒന്നും പങ്കു ചേർക്കാനും പാടില്ല. അപ്പൊ യഥാർത്ഥ ഇബാദത്ത് അത് മുറപ്രകാരം ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുള്ളൂ? നമുക്ക് ശരിക്കുള്ള നിർഭയത്വം, ഭൂമിയിൽ അല്ലാഹു തആല സൗകര്യം തംകീൻ നൽകുക എന്നതും നമുക്ക് ലഭിക്കുള്ളൂ. ആ ഈ നിബന്ധന ഇബാദത്ത് അല്ലാഹുക്ക് മാത്രം കൊടുക്കണം. അപ്പൊ എന്തുകൊണ്ടാ അപ്പൊ അല്ലാഹു തആല നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ ഇതാക്കാനുള്ള കാരണം, ചിലപ്പോൾ സൗകര്യം എടുത്തു കളയാനൊക്കെ ഉള്ള കാരണം ഇബാദത്തിൽ എന്തോ തകരാറുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിലെ തകരാറ്, അത് ഇനിയിപ്പോൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? അതിലൽപ്പം വല്ല ശിർക്കിൻ്റെ അംശവും കടന്നു വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ 3 സൗകര്യങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞ ഉടനെ തന്നെ നിബന്ധനയായിട്ട് അല്ലാഹു തആല പറഞ്ഞത് യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ഷൈ ലാ യുശ്രികൂന ബി ഷൈ അല്ലേ? നോക്കി നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇങ്ങനെ കാണാം. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു വിവരിക്കാൻ, ഒരിക്കൽ റസൂലുള്ള പറയാണ്, യൂഷിക്കുൽ ഉമ്മം അൻ തദാ അലൈക്കും കമാ തദാ അൽ അകലതു ഇലാ കസ്അതിഹാന, പിന്നെ പൂർവികരായ ആളുകൾ തീറ്റക്കൊതിയന്മാർ ഭക്ഷണത്തളികളിലേക്ക് വരുന്നത് പോലെ മറ്റ് സമുദായം പിന്നെ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ചാടി വരുന്ന. അപ്പൊ കൂട്ടത്തിൽ ഒരു സഹാബി ചോദിച്ചു, വമിൻ കില്ലത്തിൻ നഹ്നു യൗമ ഇദിൻ യാ റസൂലല്ലാഹ്, തിരുദൂതരെ, നമ്മുടെ പിന്നെ നമ്മൾ ന്യൂനപക്ഷമായതുകൊണ്ടാണോ, ആളുകളുടെ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ? ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ബൽ അൻതും യൗമ ഇദിൻ കസീർ, നിങ്ങൾ ധാരാളം ഉണ്ടാവും, എണ്ണത്തിന് നിങ്ങൾ ധാരാളം ഉണ്ടാവും. വലാകിന്നക്കും ഹുസാഉൻ കഹുസാ ഇസ്സൈൽ, മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ആ ചപ്പ് ചണ്ടി ചവറ് പോലെയായിരിക്കും. ആ നൊരെങ്ങനെ ഉണ്ടില്ല നിങ്ങൾ, അങ്ങ് മോൾക്ക് ഇങ്ങനെ പൊങ്ങിണ്ടാവും, അതിൻ്റെ അടിയിലെത്തി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇതേപോലെയാവും മുസ്ലിം സമുദായത്തിൻ്റെ ആരാധനാകർമ്മങ്ങളും അവരുടെ ജീവിത ശൈലികളും ആദത്തുകളും ഒക്കെ. ഇതാണ് നമുക്ക് ശത്രുക്കളായ ആളുകൾ നമ്മളെ പറ്റിയുള്ള ഒരു വഖാർ, ഒരു മഹാബത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് അല്ലാഹു തആല നീക്കം ചെയ്യാനുള്ള കാരണം. നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, ആ നിസ്കാരം യഥാർത്ഥ നിസ്കാരമാകുമ്പോഴാണ്, അഖാമുസ്സലാത്ത എന്ന് പറയുന്ന അതിൽ പെടുമ്പോഴാണ്, ചണ്ടിച്ചവറാതിരിക്കുമ്പോഴാണ്. ഇനി അഥവാ നിസ്കരിക്കണവൾ തന്നെ ഈ ഷിർക്കിൻ്റെ ഏതെങ്കിലും ബിദാത്തിൻ്റെ ഒക്കെ ഭാഗങ്ങൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള മറ്റ് എതിരാളികൾ നമ്മളെ എന്ത് ചെയ്യേണ്ടത്? ആക്രമിക്കാൻ വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ എന്നിട്ട് പറയുന്നത് എന്താ? വലയൻജി അന്നല്ലാഹു മിൻ സുദൂരി അദുവിക്കും അൽ മഹാബത്ത മിൻകും, നിങ്ങളെപ്പറ്റിയുള്ള ആ ഗാംഭീര്യം, ഒരു മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ ഉള്ള ആ ഗാംഭീര്യം തന്നെ ശത്രുക്കളുടെ പിന്നെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യും? അദുവിൻ്റെ മനസ്സിൽ നിന്ന് അല്ലാഹു തആല എന്ത് ചെയ്യും? എടുത്തു കളയുന്ന. വലയക്ദിഫന്നല്ലാഹു ഫീ ഖുലൂബിക്കുമുൽ വഹ്ന, മുസ്ലിങ്ങളായ നിങ്ങളുടെ മനസ്സിൽ എന്താവും? അല്ലാഹു തആല വഹിന് പറഞ്ഞാൽ എന്താ? വഹിന് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ചില പക്ഷികൾ തിന്ന് പിന്നെ വയറങ്ങോട്ട് നിറച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? പറക്കാൻ പറ്റൂല. അതിന് പറക്കാൻ കഴിയില്ല, കാരണം അത്രയും ലോഡാക്കിയിട്ടുണ്ടാവും അത്. എന്നിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. ഈ അവസ്ഥക്കാണ് ആ സമയം അല്ലേ, ഈ അവസ്ഥക്കാണ് എന്ത് പറയാ? വഹിന് എന്ന് പറയുന്നത്. ഇതേപോലുള്ള അവസ്ഥ മുസ്ലിം സമുദായത്തിന് തിന്നാനും കുടിക്കാനും ഒക്കെ ഇഷ്ടംപോലെ, രാജ്യത്ത് ഇഷ്ടംപോലെ പണം ഉണ്ടാവും.
ഓലിങ്ങനെ സുഖിച്ചിങ്ങനെ നിൽക്കും. ആ സുഖാഡംബരത്തിൽ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട അവകാശം കൊടുക്കാൻ എണീക്കാൻ പോലും ഓൽക്ക് കഴിയൂല അല്ലേ? ഒന്ന് പള്ളിയിലേക്ക് പോവാൻ കഴിയൂല, ഒന്ന് സുബഹിസ്കരിക്കാൻ കഴിയില്ല. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് അവിടെ ആ ഉദ്ദേശിക്കുന്ന വഹന്. അല്ലാതെ തടിയില്ലാത്ത അവസ്ഥക്കല്ല ആ വഹൻ, ആ ദുർബലൻ എന്ന് പറയുന്നത്. ഈ അവസ്ഥക്കാണ്. സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അള്ളാഹു എല്ലാ സൗകര്യവും, ജോലിയും ശമ്പളവും താമസവും മറ്റ് കാര്യങ്ങളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് റബ്ബിന് കൊടുക്കേണ്ട അവകാശം കൊടുക്കാതെ അതിന്നിങ്ങനെ പിന്നോട്ടിരിക്കണ ആ വഹിനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ പറ്റിയുള്ള ഒരു ഗൗരവം, ഒരു മഹാബത്ത് നമ്മുടെ മനസ്സിലുണ്ടാവാത്തത്. അപ്പം അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? യഅ്ബുദൂനനി. അവിടെയാണ് അതിൻ്റെ മർമ്മം അല്ലേ? ചെയ്യണോലെ തന്നെ ഇബാദത്ത് ശരിക്കും ചെയ്യണില്ല. ഇനി അഥവാ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? ശിർക്കും ചേർക്കും. ഇതാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം, വാഗ്ദാനം നിറവേറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് ആ വാഗ്ദാനം ചെയ്ത കാര്യം നമുക്ക് ലഭിക്കാതെ പോകാനുള്ള കാരണം അതാണ്. അതിലെ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.